ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയും രേവതിയും കൂടി കാര്യങ്ങൾ പറയുമ്പോൾ ശ്രുതിക്ക് ദഹിച്ചില്ല. നിങ്ങൾ പറഞ്ഞോന്ന് ഞങ്ങൾ കേട്ടില്ല, അതുകൊണ്ടായിരിക്കും ഞങ്ങളിപ്പോൾ ഇത് കേൾക്കേണ്ടി വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് സന്തോഷമായില്ലേ രേവതി എന്നും ചോദിച്ചുകൊണ്ട് അതിന് രേവതി ഈ ശ്രുതി കുറ്റം പറയും. അത് കേട്ടപ്പം ശ്രുതി വേണ്ട കേട്ടോ, ദേ നിങ്ങളൊന്നും അല്ല ഞങ്ങൾ, അത് മനസ്സിലാക്കിക്കോ എന്ന് രേവതി ശ്രുതിയോട് പറയുന്നു. ശ്രുതിക്ക് അതും ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതി എടുത്ത് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ശ്രീകാന്ത് ചോദിച്ചു. മറ്റുള്ളവരുടെ സങ്കടം കണ്ട് സന്തോഷിക്കുന്നവരല്ല ഞങ്ങൾ ആരും. അന്നേരം ശ്രുതി ചേച്ചി അവർ രണ്ടുപേരും നിങ്ങളെ വാൺ ചെയ്തു, എന്നിട്ട് നിങ്ങളത് കേട്ടോ എന്ന് ചോദിച്ചു വർഷ. അവർ അത്രയല്ലേ പറഞ്ഞുള്ളൂ. രേവതി ചേച്ചി പറഞ്ഞപ്പോൾ നിങ്ങളതൊന്നും വെയിറ്റ് ചെയ്തിരുന്നെങ്കിലോ, നിങ്ങളത് ചെയ്തോ, നിങ്ങളുടെ മിസ്റ്റേക്കാ അത് എന്ന് പറഞ്ഞു വർഷ. ശരിയാ വർഷേ, എല്ലാം ഞങ്ങളുടെ തെറ്റാ. ഞങ്ങൾ ആരെയും വഞ്ചിക്കണം ചതിക്കണം എന്നൊന്നും വിചാരിച്ചൊന്നുമില്ല. ഒരു വീട് വാങ്ങണമെന്ന് ആഗ്രഹിച്ചു, അതിന് ഞങ്ങൾ നേരായ വഴിയിലൂടെ പോയി. പക്ഷേ ആ വിശ്വനാഥൻ ഞങ്ങളെ ചതിക്കുക ചെയ്തതെന്നൊക്കെ ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ പറയുമ്പം, നിങ്ങളിങ്ങനെ നിങ്ങളുടെ കയ്യിൽ വരുന്ന കാശ് അവർക്ക് ഇവർക്കൊക്കെ കൊടുത്തു കളഞ്ഞാലേ അച്ഛന് കൊടുക്കേണ്ട 50 ലക്ഷം രൂപ നിങ്ങൾ എപ്പോൾ കൊടുക്കുമെന്ന് ചോദിച്ചു സച്ചി. അത് കേട്ടപ്പം അതൊക്കെ മാസം കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു ശ്രുതി. പറഞ്ഞതല്ലേ ഉള്ളൂ, ഇതുവരെ കൊടുത്തു തുടങ്ങിയോന്ന് ചോദിച്ചു. ഇനി കൊടുത്താൽ തന്നെ എപ്പോൾ തീരാനാണെന്നും ചോദിച്ചു. അതൊന്നും ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതി ഒന്നും മിണ്ടുന്നുമില്ല. അച്ഛൻ ഇങ്ങനെ ആകതായിട്ടിരിക്കുക. ഇപ്പം 30 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോയി, മാസം കാശ് കൊടുക്കാതിരിക്കാൻ അതൊരു കാരണം പറയില്ലേ എന്ന് സച്ചി ചോദിച്ചു. ശ്രുതി ഇങ്ങനെ ഉരുകിയിരിക്കുക കേട്ടോ. അപ്പോഴും അച്ഛനൊന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കിയിരിക്കുക. ഇനി ഒരൊറ്റ വഴിയേ ഞാൻ കാണുന്നുള്ളൂ, മലേഷ്യയിൽ നിന്ന് കാശ് അയക്കാൻ പറയാൻ പറഞ്ഞു. ഇതേ കിടക്കുന്നു. അയ്യോ, ശ്രുതിയുടെ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി. അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ ശ്രുതി ഇങ്ങനെ നോക്കും. അപ്പം നിന്റെ ഇളയച്ചനെ വിളിച്ച് കാശ് അയക്കാൻ പറയാൻ പറഞ്ഞു. സച്ചി ആരാ പൊന്നുമോൻ, ശ്രുതിയെ പുകച്ച് പുറത്ത് അടിക്കും, അത് ഉറപ്പാ. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കും കേട്ടോ. മലേഷ്യയിൽ നിന്റെ അച്ഛന് സ്വന്തമായിട്ട് സ്വർണ്ണക്കാനിയുണ്ട്, സ്വർണ്ണം കായ്ക്കുന്ന മരം ഉണ്ടെന്നൊക്കെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ബിൽഡപ്പ് കൊടുക്കാറുണ്ടല്ലോ, കാശ് അയക്കാൻ പറയടി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വിരകുവാണ്. എല്ലാവരും ഇത് കേട്ട് അങ്ങനെ ഇരിക്കുമ്പം സച്ചി ദേ ഈ സമയത്ത് പോലും എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ശ്രുതി ചോദിക്കുക. ദേ എൻ്റെ അച്ഛൻ ജയിലിലല്ലായിരുന്നെങ്കിലേ ഞാൻ ഈ കാശ് എപ്പോഴേ തന്നേനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി കിടന്ന് ഉരുളുവാണ്. സച്ചിക്ക് കാര്യം മനസ്സിലായി. നിന്റെ അച്ഛൻ നിരപരാധിയാണെന്നല്ലേ നീ പറഞ്ഞത്, ആരെയും കൊന്ന് ജയിലിൽ പോയതൊന്നും അല്ലല്ലോ, വിടേണ്ട സമയമൊക്കെ കഴിഞ്ഞതല്ലേ എന്ന് ചോദിച്ചു സച്ചി. അത് പിന്നെ അവിടുത്തെ നിയമമൊക്കെ സച്ചിക്ക് അറിയാഞ്ഞിട്ടാണെന്ന് ശ്രുതി. നിനക്കറിയാമെങ്കിലേ അവിടെ ചെന്ന് വക്കീലിനെ വെച്ച് അച്ഛനെ പുറത്തിറക്കാൻ പറഞ്ഞു സച്ചി. എന്ത് ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. ചന്ദ്ര അത് ശരിയാണല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുക. ഇതിൽ എന്തോ കള്ളത്തരം ഉണ്ടെന്ന് സച്ചി അന്നേരം പറയാം. അമ്മയെന്നും പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ശ്രുതി. ഇപ്പം എന്ത് കള്ളത്തരം, ഒരു കള്ളത്തരവും ഇല്ലാന്നും നിനക്ക് തോന്നുന്നതാണെന്നും ശ്രുതി പറയാം. എന്തായാലും ഇത്രയും കാലം ജയിലിൽ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് സച്ചി. അപ്പം അച്ഛനും ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് നോക്കുമ്പം ഇതൊക്കെ പറയാം. നീ ആരാ, ലോയറാണോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ഇതിനൊന്നും ലോയറിൻ്റെ ആവശ്യമില്ല, സാമാന്യ ബുദ്ധി മതിയെന്നും പറഞ്ഞ് സച്ചി ഇവളെ അങ്ങ് എടുത്തിട്ട് പോരിക്കാൻ തുടങ്ങിയില്ലേ. രേവതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. എല്ലാവരും അത് ശരിയാണല്ലോ എന്ന രീതിയിൽ ഇരിക്കുന്നു. അച്ഛൻ്റെ ഇളയച്ഛൻ്റെ കാര്യമൊക്കെ പറഞ്ഞ കിടന്ന ഒരു ഉരുണ്ടുകളി, അത് നിങ്ങളിവിടെ മുഖത്തേക്കൊന്ന് നോക്കിയേ. ഈ ഭാവം ഈ വീട്ടിൽ കയറി അന്ന് മുതൽ തുടങ്ങിയതാ. അപ്പം ഞാനും തുരുണ്ട് കളിച്ചു എന്നാ. അപ്പോൾ അത് തന്നെയല്ലേ ഞാനും ചോദിക്കുന്നതെന്ന് സച്ചി ശ്രുതിയോട് ചോദിച്ചു. ആ ബംഗ്ലാവിൽ വെച്ച് 70 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇവളുടെ ഇളയച്ഛനെ വിളിച്ചിരുന്നില്ലേ? ഇവള് കള്ളം പറഞ്ഞതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇളയച്ചനൊന്നും അല്ല ഇവള് വിളിച്ചതെന്ന് സച്ചി പറയുമ്പോഴേക്കും ഞാൻ എൻ്റെ ഇളയച്ചനെ തന്നെ വിളിച്ചത്. ദേ സച്ചി, ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയില്ല. ദേ ഇനി എന്നെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കരുത് കേട്ടോ. ഞാനെന്തിനാ കള്ളം പറയുന്നതെന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോൾ, കള്ളം പറയുന്ന കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ കള്ളം മാത്രം പറയുന്ന ഒരാളെ ഞാൻ ഇവളെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് സച്ചി അന്നേരം പറഞ്ഞു. ശ്രുതിക്ക് പേടിയായി തുടങ്ങി. സച്ചി നീ നിർത്താൻ പറഞ്ഞു അച്ഛൻ. ഇവിടുത്തെ വിഷയം ഇപ്പം ഇതല്ലാന്നും പറഞ്ഞു. നഷ്ടപ്പെട്ടു പോയ കാശ് എങ്ങനെയെങ്കിലും തിരികെ വാങ്ങണം, അതിനു വേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കേണ്ടതെന്ന് അച്ഛൻ സച്ചിയോട് പറയാം. ചെറുതായിട്ടൊന്ന് രക്ഷപ്പെട്ട് നിൽക്കുകയാണിപ്പോൾ. അതിനുവേണ്ടി നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ അച്ഛൻ ഇങ്ങനെ അവിടെ നിന്ന് പറയുന്നു. അപ്പോൾ പൈസ ഇഷ്ടം പോലെ കൈകളിൽ വരും, അത് ദൈവാനുഗ്രഹം തന്നെയാണ്. പക്ഷെ അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നതിലാണ് നമ്മുടെ മിടുക്ക്, അതാണ് വലിയ കാര്യം. ഇനിയെങ്കിലും ആലോചിച്ചിട്ട് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കാൻ നോക്കുമെന്ന് പറഞ്ഞ അച്ഛൻ. ചെല്ലിയല്ല രണ്ടുപേരും അകത്തേക്കെല്ലാം പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ നിരാശപ്പെട്ട് അങ്ങനെ ഇരിക്കുക. എല്ലാവരോടും അവൻ എത്രമാത്രം സ്നേഹമുണ്ടെന്ന് അവൻ അന്ന് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായതല്ലേ എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര വലിയ ആളാകുമ്പം എന്തോന്നും സ്നേഹമാടി, വിവരമില്ലായ്മയെന്നല്ലേടി ഇതിനൊക്കെ പറയേണ്ടതെന്ന് അച്ഛൻ അന്നേരം ചന്ദ്രയോട് ചോദിച്ചു. അപ്പോഴും ശ്രുതിയെയും ന്യായീകരിച്ചിരിക്കുക ചന്ദ്ര. സ്നേഹം പോലും, ആദ്യം നീ അവൻ ചെയ്ത തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്ന പരിപാടി നിർത്ത്. ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെ ആദ്യം നിർത്താൻ പറഞ്ഞു, എങ്കിലേ അവൻ നന്നാവത്തുള്ളൂ എന്നും. ഇവൻ പറയുന്നത് പോലെ ശ്രുതി വിവരമില്ലാത്തവനാ, ബുദ്ധിയില്ലാത്തവനാ, ഒന്നിനും കൊള്ളാത്തവനാ, നിങ്ങൾ അങ്ങനെ പറയല്ലേ, എനിക്കത് ഇഷ്ടമല്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര രവിയേട്ടനോട് പറയണു. അതും പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോയി. ദേ
കാശ് പോയ വിഷമത്തിലാണ് സുധി. അവൻ്റെ കാശുമായിട്ട് മുങ്ങി ആ ഫ്രോഡിനെ കണ്ടെത്തി കാശ് തിരിച്ചു വാങ്ങിക്കണമെന്ന് സച്ചിയോട് അച്ഛൻ ഇരുന്ന് ഇങ്ങനെ പറയുക. അപ്പം നോക്കാം അച്ഛാന്ന് പറഞ്ഞു സച്ചി. നോക്കാന്ന് പറഞ്ഞാൽ പോരാ, നീ അന്വേഷിച്ച് അവനെ കണ്ടെത്തിയിരിക്കണമെന്ന് അച്ഛൻ അതും സച്ചിയുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുക. എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയും ആനന്ദും കൂടെ വണ്ടിയിൽ യാത്ര ചെയ്ത് പോകും. അപ്പോൾ ഈ ആനന്ദിനെ വിളിച്ച് കയറ്റി ആനന്ദിനോട് വിവരങ്ങളെല്ലാം ചോദിക്കുക. ആ പറഞ്ഞ ആളുമായിട്ട് ഈ ആനന്ദിന് എത്ര നാളത്തെ പരിചയം ഉണ്ടെന്നൊക്കെ. അപ്പോൾ 1 മാസത്തെ പരിചയമാണെന്ന് പറഞ്ഞു. ഒത്തിരി നാളത്തെ പരിചയം ഉണ്ടെന്ന് പറഞ്ഞു. ഒത്തിരി നാളത്തെന്ന് പറഞ്ഞാൽ എത്ര നാളത്തെ? അത് 1 മാസത്തെ. 1 മാസമാണോ ഒത്തിരി നാൾ എന്ന് ചോദിച്ചു. സച്ചി ആനന്ദിനോട് ദേഷ്യപ്പെടുക. 30 ലക്ഷം രൂപ നീ കാരണം സുധിക്ക് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാരണമോ 5 കോടിയോളം വില വരുന്ന വീട് 3 കോടിക്ക് വിൽക്കുന്നുണ്ടെന്ന് ഞാൻ നിന്റെ ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ ഡൈനോസറിനെ പോലെ അവൻ എങ്ങ് തുറന്നു. അപ്പോൾ അവൻ ആ വീട് വാങ്ങിക്കുമെന്ന് എന്നോട് പറഞ്ഞു, അല്ലാതെ ഞാൻ നിർബന്ധിച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും വലിയ വിവരമുള്ളവനാണെന്ന് അവൻ്റെ വിചാരം. അവനെപ്പോലൊരു മണ്ടൻ ഈ ലോകത്ത് കാണത്തില്ല എന്ന് സച്ചി പറയുന്നു. അവനും അന്വേഷിച്ചില്ല. അഡ്വാൻസ് കൊടുക്കുന്നതിന് മുൻപ് നിനക്കെങ്കിലും ആ വിശ്വനാഥനെ കുറിച്ചൊന്ന് അന്വേഷിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പിന്നെ എന്ന് പറഞ്ഞിരിക്കുക ആനന്ദ്. അത് പിന്നെ അതെങ്ങനെയാ, അതിനുള്ള വിവരം വേണ്ടേ? രണ്ടും കണക്കാ. അതെങ്ങനെ നിന്റെ ഏട്ടൻ്റെ കൂടെ കൂടിയ ഉള്ള വിവരം കൂടെ പോവത്തേ ഉള്ളൂ എന്ന് ആനന്ദ് അന്നേരം പറയണു. അതെ, എന്നെ കുറച്ച് മുന്നേ ഇറക്കിക്കോ, എനിക്ക് കുറച്ച് തിരക്കുണ്ടേ. അപ്പോൾ ഒരു തിരക്കുമില്ല, തിരക്കൊക്കെ ഞാൻ മാറ്റി വെച്ചേ തരാം. വിശ്വനാഥനെ കണ്ടെത്തി കാശ് തിരിച്ചു പിടിക്കുന്നത് വരെ നീ എൻ്റെ കൂടെ വേണം. അല്ല, അവനെ കണ്ട് കാശ് തിരിച്ചു വാങ്ങി എനിക്ക് കമ്മീഷൻ തരുമോ എന്ന് ആനന്ദ്. കമ്മീഷൻ നീ നിൻ്റെ കൂട്ടുകാരൻ്റെ നിന്ന് വാങ്ങിച്ച് കാണുമല്ലോ. അവനെങ്ങും ഒന്നും തന്നൊന്നുമില്ല എനിക്ക്. ആ വിശ്വനാഥനും എനിക്കൊന്നും തന്നില്ല. അവനെ കണ്ടെത്തി കാശാദ്യം വാങ്ങിക്കട്ടെ, നിനക്ക് തരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങനത്തെ വഴിയും കാര്യങ്ങളും ഇയാൾ താമസിച്ചിരുന്ന ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആനന്ദ് സച്ചിക്ക് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഒരു കടയിൽ കയറി പോകുന്ന വഴിക്ക് ഒരു കടയിൽ കയറി ഒരു കരിക്ക് കുടിക്കാനുണ്ട്. അപ്പോൾ സച്ചി അവിടെ ഇരുന്നു. അപ്പോൾ ആനന്ദിനോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ആനന്ദ് വേണ്ട, ഞാനിവിടെ നിന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ കരിക്ക് വെട്ടിക്കൊടുക്കുക. അങ്ങനെ സംസാരിച്ചുകൊണ്ട് കരിക്ക് മേടിച്ച് കടക്കാരനുമായിട്ട് വർത്തമാനം പറഞ്ഞ് ഈ വിശ്വനാഥനെ പറ്റിയുള്ള കാര്യങ്ങൾ സച്ചി കടക്കാരനോട് ചോദിച്ചു. അയാളൊരു ലോക ഫ്രോഡല്ലേ എന്ന് ചോദിക്കുക കടക്കാരൻ. അതെ, അയാളൊരു ഫ്രോഡാണെന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുമ്പം, സാറേ ഞാനിവിടെ കുറേ വർഷമായിട്ട് ജോലി ചെയ്യാം. ഈ നാട്ടിലെ എല്ലാവരെയും എനിക്കറിയാം. അവിടുത്തെ ജോലിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാനായിട്ട് വരുമായിരുന്നേ. അങ്ങനെ ഞാനും അവനും നല്ല പരിചയത്തിലായി. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്നോട് പറയുമായിരുന്നെന്ന് പറഞ്ഞു. ആ ജോലിക്കാരൻ്റെ വീട് എവിടെയാ? അവൻ്റെ വീട് ആലപ്പുഴയാണെന്ന് പറഞ്ഞു. ആലപ്പുഴയോ? വിശ്വനാഥൻ ഫ്രോഡാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ നാട്ടിലേക്ക് തിരിച്ചുപോയി. ഇപ്പം അവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എന്നും പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിവരങ്ങളെല്ലാം ചോദിച്ചറിയാം. അതെ, പൈസ നഷ്ടപ്പെട്ടതിനെ പറ്റിയും അതുപോലെ വേറെ ആരെന്നെ പറ്റിച്ച് അവൻ ഓടിയ കാര്യം ഒക്കെ ഈ കരിക്ക് കിട്ടുന്ന ചേട്ടൻ പറയുമ്പം, അതെ ഇവൻ്റെ ചേട്ടൻ ആ കാശ് നഷ്ടപ്പെട്ട ഗതഭാഗ്യൻ എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദ്. അപ്പം ആണല്ലേ എന്നും ചോദിച്ച് കടക്കാരനെ. അപ്പം അദ്ദേഹം കുടുംബം അവിടെ താമസിച്ചിരുന്നല്ലോ, നിങ്ങളില്ലായിരുന്നോ കൂടെ? അപ്പോൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു സച്ചി. ആ വീടിൻ്റെ ഓണറുമായിട്ട് എനിക്ക് കുറേ കാലത്തെ പരിചയമുണ്ട്. വീട് വിൽക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വനാഥൻ അഡ്വാൻസ് വാങ്ങിച്ച കാര്യവും അവിടെ ആൾക്കാരെ താമസിക്കുന്ന കാര്യമൊക്കെ ഞാനാണ് ഓണറോട് വിളിച്ചു പറഞ്ഞത്. ഓഹോ, അപ്പോൾ ഇതൊക്കെ നിങ്ങളെങ്ങനെയാണ് അറിഞ്ഞത്? നിങ്ങളുടെ അച്ഛൻ ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നേ, മകൻ വീട് വാങ്ങി അഡ്വാൻസ് കൊടുത്തു എന്നൊക്കെ. അപ്പോൾ അത് അവൻ്റെ സ്വന്തം വീടല്ല, അവൻ നിങ്ങളെ പറ്റിച്ചാണെന്ന് അച്ഛനോടെന്താ പറയാതിരുന്നേ? അപ്പോൾ അതെങ്ങനെയാണ്? അത് അവർക്കൊരു ഷോക്ക് ആവത്തില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ ഓണറെ വിളിച്ച് പറയുകയാണ് ചെയ്തത്. ഈ വിശ്വനാഥൻ്റെ സ്വന്തം വീട് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും എനിക്ക് അറിയത്തില്ലെന്ന് കടക്കാരൻ പറയാം. അവന് ഇവിടെ വേറെ ആരെങ്കിലുമായിട്ട് പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതും എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചു, കരിക്ക് കുടിച്ചു. അതിനുശേഷം എന്തെങ്കിലും അവനെപ്പറ്റി നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാറേ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ കടക്കാരൻ പറയുക. ആ സമയത്ത് ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. സീരിയലൊക്കെ അഭിനയിക്കുന്ന ഒരു നടനില്ലേ, എന്താ അയാളുടെ പേര്? ശ്രീകാന്ത്. ശ്രീകാന്ത് അദ്ദേഹം ഇവിടെ കൂടെ വരാറുണ്ടെന്ന് ആ ജോലിക്കാരൻ പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവനെ. ആണോ? ഇപ്പം സച്ചി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. അപ്പം അതൊരു വഴി. ആ നടനും വിശ്വനാഥനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് ഈ കടക്കാരൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു സച്ചി. അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടി. അപ്പോൾ വിശ്വനാഥനെ പറ്റി എന്തെങ്കിലും ഒരു വിവരം കിട്ടി ഈ നമ്പറിൽ ഒന്ന് വിളിച്ച് പറയണേ ചേട്ടാ, എൻ്റെ പേര് സച്ചി എന്നാണെന്നും പറഞ്ഞ് ആ കാർഡും കൊടുത്തു ഈ കടക്കാരന്. അത് കഴിഞ്ഞ് ആനന്ദാണെങ്കിൽ വേഗം ഇങ്ങനെ കുടിച്ചു സച്ചിയുടെ കൂടെ ചെല്ലുക. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇനിയിപ്പോൾ ആ സീരിയൽ നടൻ്റെ വീട് വരെ ഒന്ന് പോയാലോ എന്ന് ആനന്ദ് ഇങ്ങനെ സച്ചിയോട് ചോദിക്കുമ്പം നമുക്ക് എടുത്തിയാടിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഞാനൊന്ന് ആലോചിക്കട്ടെ, നീ വണ്ടി കയറാൻ പറഞ്ഞു. അങ്ങനെ ആനന്ദിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് സച്ചി. ഈ സമയത്ത് രേവതിയും അമ്മയും കൂടെ പൂക്കടയിൽ നിന്ന് പൂ വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് സച്ചിയുടെ രേവതിയുടെ ഫോൺ അടിച്ചു. അമ്മയെ ഫോണിങ് എടുത്തേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാങ്ങിച്ചു. ഹലോ, സച്ചിയാണ് വിളിച്ചത്. ഹലോ സച്ചേട്ടാ, പറ സച്ചേട്ടാ. രേവതി, നീ എവിടെയാ ഉള്ളത്? ഞാനിപ്പോൾ അമ്മയുടെ അടുത്താണ് ഉള്ളത്. പൂ കേട്ടോ സഹായിക്കാൻ വേണ്ടി വന്നതാ. ആണോ? എൻ്റെ കൂടെ ഒരു ലഗേജ് ഉണ്ട്, അത് ഇറക്കിയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്നും പറഞ്ഞു. അങ്ങനെ സച്ചി
അവിടെ നിന്ന് നേരെ ഈ ആനന്ദിനെ മാറ്റിയിട്ട് രേവതിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ രേവതിയുടെ അടുത്തേക്ക് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ചെല്ലുന്ന സച്ചിയെ കണ്ടപ്പോഴത്തേക്ക് രേവതി അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. ഇതെന്താ ഇത് പുതിയ സ്റ്റൈലിലാണല്ലോ സച്ചേട്ടാ, ഇത് എന്തോ പറ്റിയെന്ന് ചോദിച്ചു ദേവു അന്നേരം അങ്ങോട്ടേക്ക് വന്നു. മാസമായിട്ടുണ്ടെന്ന് പറയുമ്പം സത്യം അതേന്നേ ഒരു ഫിലിം സ്റ്റാറിൻ്റെ ലുക്കൊക്കെ ഉണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു നമ്മുടെ ദേവു. അപ്പോഴത്തേക്ക് സച്ചി വിശ്വ എൻ്റെ ദൈവമേ പിന്നെ ഫിലിം സ്റ്റാറേ എന്ന് പറഞ്ഞ രേവതി നിൽക്കുക. അപ്പം നീ കള്ളം പറയാനൊക്കെ പഠിച്ചല്ലേ ദേവു എന്ന് രേവതി. അപ്പം എന്നെ കാണാൻ ഭംഗിയില്ലെന്നല്ലേ നീ പറയണേ. ശരി എവിടുന്നാ കണ്ണടയൊക്കെ കിട്ടിയത്? അതൊന്നും ഞാൻ പറയത്തില്ല. ദേ പിണങ്ങാതെ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ പറ. അപ്പം സച്ചേട്ടനെ കണ്ട ഒരു ഹോളിവുഡ് സൂപ്പർ സ്റ്റാറിനെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറ, അതാണ് ഈ കണ്ണടേ. ഇന്നലെ എനിക്ക് ഒരാൾ തന്നതാ, ഞാനത് കാറിൽ വെച്ച് മറന്നു, നിനക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അത് രേവതിക്കും കൊടുത്തു. അങ്ങനെ രണ്ടുപേരും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുക. ഇതേ അമ്മേ ഇതെങ്ങനെയുണ്ടമ്മേ, അടിപൊളിയല്ലേ അമ്മ ചോദിച്ചു. അപ്പം നന്നായിട്ടുണ്ട് മക്കളെ എന്ന് അമ്മ. അപ്പോൾ ഇതേ സൂപ്പറാ എന്ന് പറഞ്ഞു ദേവു. കണ്ണട ആരാ തന്നെന്ന് പറഞ്ഞില്ലല്ലോ, ആരാ തന്നേ? അത് ഞാൻ കാനഡയിൽ നിന്ന് മേഡമില്ല. ആ മേഡമില്ലേ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നാട്ടിൽ വന്ന് സ്ഥിരമായിട്ട് എൻ്റെ കാറ് വിളിക്കുന്ന ആ മേഡം. അതിന് എനിക്കെന്തിനാ തന്നെ, എന്നെ അവർക്ക് അറിയത്തില്ലല്ലോ. അപ്പം സച്ചേട്ടന് എപ്പോഴും ചേച്ചിയെക്കുറിച്ച് അവരോട് സംസാരിക്കുന്നുണ്ടായിരിക്കും ഒന്ന് ദേവു. അപ്പോൾ കറക്റ്റ് ദേവു കറക്റ്റ്. അതെ നിങ്ങളൊരു സെൽഫി എടുത്തേ. അപ്പം ഞാനത് പറയാനിരിക്കായിരുന്നു, ഒരു സെൽഫി എടുക്കണം, ഇപ്പം എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി എന്നിട്ട് രേവതിയും കൂടെ നിർത്തി സെൽഫി എടുക്കുക. അപ്പോൾ രേവതിയുടെ അമ്മയും അനിയത്തിയും ഒക്കെ കൂടെ നിന്നിങ്ങനെ സെൽഫി എടുത്തു. അത് കഴിഞ്ഞ് രേവതി ക്ലാസ്സൊക്കെ ഊരി ഇങ്ങനെ നിൽക്കണു. എന്നിട്ട് അവരിതേ അപ്പോൾ സച്ചി ആ ഫോട്ടോ അവർക്ക് ഇട്ട് കൊടുക്കാമെന്നും പറഞ്ഞിരുന്നല്ലോ. എന്നിട്ട് സച്ചി ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. സച്ചിയുടെ ഫോൺ ഒന്ന് തരുമോ, ഞാൻ എൻ്റെ ഫോണിലേക്ക് ഫോട്ടോസ് ഒന്ന് സെൻഡ് ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സെൻഡ് ചെയ്യാൻ നോക്കണു. ആർക്ക് വേണമെങ്കിലും അയച്ചോ, അപ്പോൾ സ്റ്റോറിയോ പോസ്റ്റോ എന്ത് വേണമെങ്കിലും ഇട്ടോ കേട്ടോ, സോഷ്യൽ മീഡിയയിൽ ഒരു കുഴപ്പമില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ദേവു ഇങ്ങനെ എടുത്തപ്പോഴത്തേക്കും അതിനകത്ത് നീലിമയുടെ ഫോട്ടോ കണ്ടപ്പോൾ ദേവു ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പം സച്ചിയേട്ടാ എനിക്ക് ഇവരെ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം നീ കാണാൻ സാധ്യതയില്ലല്ലോ. ഇതാ ഞാൻ പറഞ്ഞു മേഡം, അവർ കാനഡയിൽ നിന്ന് വല്ലപ്പോഴും വരുന്നേ. അല്ലെന്നേ എവിടെയോ കണ്ടതുപോലെ ഉണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ അപ്പോഴത്തേക്കും രേവതി വന്ന് ഈ ഫോട്ടോ നോക്കുക. ഇത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഞെട്ടി. കാരണം രേവതിക്ക് അറിയാം ചേച്ചി ഈ പുള്ളിക്കാരി ഏതാന്ന് ചേച്ചിക്ക് മനസ്സിലായോ? സുധിയേട്ടനെ പറ്റിച്ച് കാശുമായിട്ട് മുങ്ങിയൊരു പെണ്ണില്ലേ, അത് ഇവള് തന്നെയാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവു. അപ്പോഴത്തേക്ക് രേവതി നോക്കി. അപ്പോൾ രേവതി ശരിയാണല്ലോ എന്ന് പറഞ്ഞു. നീലിമാന്ന് ഇവരുടെ പേര്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഞെട്ടി. എന്തായാലും അവരുടെ അന്തവും കുന്തവും എല്ലാം അവസാനിച്ചു. ഇനി സുധിയും ശ്രുതിയും നെട്ടോട്ട് ഓടേണ്ട ടൈമായി. എന്താ സച്ചിട്ട് ആലോചിക്കുന്നേ, എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ ഇവൾക്ക് വേണ്ടി സാക്ഷി ഒപ്പിട്ടത് ഓർമ്മയില്ലേന്ന് ചോദിച്ചു സച്ചി. അപ്പോൾ രേവതി ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ എനിക്ക് തോന്നിയായിരുന്നു. ഇപ്പോൾ രജിസ്ട്രേഷൻ ഓഫീസിൽ വെച്ചും ഞാൻ കാണാൻ പാടില്ലാത്തവരെ കണ്ടുവെന്നൊക്കെ ദേഷ്യത്തിൽ എന്നോട് പറഞ്ഞിരുന്നു എന്നും പറഞ്ഞു. അന്ന് രജിസ്ട്രേഷൻ ഓഫീസിൽ സുധിയും പാർലറായിട്ട് ആ സമയത്ത് അകത്തുണ്ടായിരുന്നു എന്ന കാര്യവും പറയാം. അങ്ങനെ സച്ചി എല്ലാ കാര്യവും പറയുകയാണ്. അപ്പോൾ സുധിയുടെ കാശുമായിട്ട് മുങ്ങി അവള് ഒടുക്കും എൻ്റെ മുന്നിൽ തന്നെ വന്നെത്തി. വീട്ടില്ല ഞാൻ അവളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് പോകുക കേട്ടോ. സച്ചി എന്നിട്ട് നേരെ നീലിമയുടെ വീട്ടിലേക്ക് ചെന്ന് കോളിംഗ് ബെല്ല് അടിച്ച് ഭയങ്കര പവർഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് നീലിമ വന്ന് വാതിൽ പറഞ്ഞു. ഇതാര് സച്ചിയോ? ഞാനിന്ന് എവിടെയും പോകുന്നില്ലല്ലോ, എനിക്ക് കാറ് വേണ്ടല്ലോ എന്ന് നീലിമ പറയാം. നിന്നെയും കൊണ്ട് ട്രിപ്പ് പോകാനല്ലടി ഞാൻ വന്നേ, കാശ് വാങ്ങിക്കാനാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി. അപ്പോൾ വാട്ട്, എന്ത് കാശ് മേടിക്കാനോ? താനെന്താ ഈ പറയുന്നതെന്ന് നീലിമ ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കി തരാടിയെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇടിച്ചു കയറി അങ്ങ് ചെന്നങ്ങ് ഇരുന്നു. നീലിമ ഇതൊക്കെ കണ്ട് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. സുധിയും ശ്രുതിയും പെട്ടു. ഇനിയിപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ അവസാനമായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തട്ടെ. എല്ലാവർക്കും ടാറ്റാ.